ഹലോ ഗൈസ്, ഞാൻ ഫ്ലിപ്കാർട്ടിൽ നിന്ന് ഓർഡർ ചെയ്ത 2 ലിപ്സ്റ്റിക്ക് വന്നിട്ടുണ്ട്. അപ്പോൾ ഒരു ഷെയ്ഡ് ഞാൻ ഓൾറെഡി യൂസ് ചെയ്തുകൊണ്ടിരുന്ന ഷെയ്ഡാണ് ന്യൂഡ് ഡ്രീം. എൻ്റെ പഴയ വീഡിയോയിൽ ഞാൻ പറഞ്ഞിട്ടുണ്ട് ആ ഷെയ്ഡിനെ കുറിച്ച്. അപ്പോൾ ഞാൻ വീണ്ടും അത് ബുക്ക് ചെയ്യാനായിട്ട് പോയപ്പോൾ ഓർഡർ ചെയ്യാനായിട്ട് എടുത്തപ്പോൾ അതിൻ്റെ കൂടെ ഒരു ലിപ്സ്റ്റിക്കും കൂടെ വെച്ചിട്ടൊരു ഓഫർ വന്നു. അപ്പോൾ രണ്ടും കൂടെ 450 രൂപ. രണ്ടും കൂടെ 450 രൂപയായിരിക്കും. അപ്പോൾ ഇതിൻ്റെ ഒരെണ്ണത്തിൻ്റെ വില തന്നെ ഇതിൽ എഴുതിയിരിക്കുന്നത് 450 എന്നാണ്. രണ്ടും കൂടെയാണ് എനിക്ക് 450ക്ക് കിട്ടിയിരിക്കുന്നത്. നല്ല വിലയാണ് കേട്ടോ ഇതിനൊക്കെ. പലർക്കും അറിയാമായിരിക്കും. ഞാൻ ഈ പ്രോഡക്റ്റ്സൊക്കെ യൂസ് ചെയ്ത് തുടങ്ങിയിട്ട്, ഈ ന്യൂഡ് ഡ്രീം യൂസ് ചെയ്ത് തുടങ്ങിയിട്ട് 2 വർഷം ആകാൻ പോണേ ഉള്ളൂ. അതിന് മുന്നേ ഈ ആൻറ്റിമാർ ഗൾഫിൽ നിന്നൊക്കെ വരുമ്പം കൊണ്ടുവരുന്ന മറ്റേ ക്രയോൺസൊക്കെ പോലത്തുള്ള ചെറിയ അതൊക്കെ ഇട്ടാലായി ഇട്ടില്ലായി അങ്ങനെ ലിപ്സ്റ്റിക്കൊന്നും ഇടാറില്ലായിരുന്നു. അപ്പം ഞാൻ BEdന് പോയതിന് ശേഷം തൊട്ടാണ് ഈ ലിപ്സ്റ്റിക്കൊക്കെ ഇട്ട് തുടങ്ങി. അപ്പോൾ എന്തായാലും ഫസ്റ്റ് ഞാൻ ഈ പറയുന്ന റെഡ് റിവൈവൽ എന്നാണ് ഇതിൻ്റെ ഷെയ്ഡിൻ്റെ പേര്. റെഡ് റിവൈവൽ 03. അപ്പോൾ ഇത് എങ്ങനെയുള്ള ഇത് കറക്റ്റ് ഇത് നല്ല റെഡാണ് കേട്ടോ. നല്ല ഫെയർ ആയിട്ടുള്ളവർക്കൊക്കെ നല്ലതായിരിക്കും. എന്തായാലും ഞാൻ ഒന്ന് അപ്ലൈ ചെയ്തിട്ട് നോക്കട്ടെ എങ്ങനെയുണ്ടെന്ന്. ഫസ്റ്റ് അപ്ലൈ ചെയ്യുവാണ്. അറിയില്ല, കണ്ണാടി എടുത്ത് വെക്കേണ്ടിയായിരുന്നു. ഈ ഫോൺ ക്യാമറയ്ക്കകത്ത് വെച്ചിട്ട് അറിയാനില്ല. കണ്ണാടി, ഒരു കണ്ണാടി വേണം. നിങ്ങൾ എങ്ങനെ ലിപ്സ്റ്റിക് ഇടുന്നത്? ഇങ്ങനൊക്കെ തന്നെ ആണോ? കൊള്ളാം ഈ ഷെയ്ഡ്. ഇഷ്ടപ്പെട്ടോ? എനിക്ക് ഇഷ്ടപ്പെടുന്ന പോലൊക്കെ തോന്നുന്നുണ്ട് കേട്ടോ. കൊള്ളാം, വലിയ വൃത്തികേടില്ല. നല്ല ഫിനിഷിംഗ് ആണ് കേട്ടോ. ഈ ഒരു ലാക്മേയുടെ ഫോർ എവർ മാറ്റ് ലിക്വിഡ് ലിപ് കളർ നല്ലൊരു ഫിനിഷിംഗ് തരുന്നുണ്ട്. ഇനി ഇത് ഓക്കെ, കൊള്ളാം. ഒന്നും കൂടെ വെട്ടത്ത് വെച്ച് കാണിച്ചു തരാം. ഞാനിപ്പോൾ ഇരുട്ടാന്ന് തോന്നുന്നു. നല്ല രീതിയിൽ ബ്ലെൻഡ് ആവുന്നുണ്ട്. ഫാൻ ഇട്ടേക്കുന്നുണ്ടായിരുന്നു, പെട്ടെന്ന് അങ്ങ് ഡ്രൈ ആയി. പിന്നെ നമ്മൾ ഈ ലിപ്സ്റ്റിക് ഇടുമ്പം ഞാൻ പറഞ്ഞു കേട്ടിട്ടുണ്ട് ലിപ്സ്റ്റിക് ഹാക്കിലേ, അതായത് ഒരു ലിപ് ബാം അപ്ലൈ ചെയ്തിട്ട് ലിപ്സ്റ്റിക് ഇടണം എന്ന്. പക്ഷെ എനിക്ക് ആ ഒരു ഒപ്പീനിയൻ ഇല്ല കേട്ടോ. ലിപ് ബാം അപ്ലൈ ചെയ്തിട്ട് ലിപ്സ്റ്റിക് ഇട്ടാലുണ്ടല്ലോ സ്പ്രെഡാവും. നമ്മൾ ആഹാരം കഴിച്ചാലും വെള്ളമൊക്കെ കുടിച്ചാലും അതിൽ ഗ്ലാസ്സിലും അല്ലെങ്കിൽ നമ്മൾ ആ പാത്രത്തിലൊക്കെ അത് പറ്റും. പിന്നെ നമ്മുടെ കയ്യിൽ പറ്റും. നമ്മൾ തൊടുന്ന അറിയാതെ എവിടെയെങ്കിലുമൊക്കെ പറ്റി പിടിക്കും. എനിക്ക് അങ്ങനെ ലിപ് ബാം ഇട്ട് തേച്ചാൽ അങ്ങനെ ഒരു എക്സ്പീരിയൻസ് ആണ് ഉള്ളത്. പിന്നെ ഞാൻ ഡയറക്റ്റ് ഇതുപോലെ ലിപ്സ്റ്റിക് അപ്ലൈ ചെയ്യാറാണ് പതിവ്. പക്ഷേ ഈ ലിപ്സ്റ്റിക് ഉണ്ടല്ലോ, ഈ ലാക്മേയുടെ നല്ല സൂപ്പർ ലിപ്സ്റ്റിക്കാണ് കേട്ടോ. ഇത് ഞാൻ വിചാരിച്ച് മുറുക്കാൻ കഴിച്ചതുപോലെ ഇരിക്കുമെന്ന്. മുറുക്കാൻ ചവച്ച പോലെ ഒന്നും ഇല്ല. എന്തായാലും ചെറുതായിട്ടൊന്ന് അപ്ലൈ ചെയ്താൽ നന്നായിട്ടിരിക്കും. പിന്നെ ലിപ്പ് ലൈനറൊക്കെ കൊടുക്കുവാണെങ്കിൽ, എൻ്റെ കയ്യിൽ ലൈനറൊന്നും ഇല്ല, ലിപ്പ് ലൈനറൊക്കെ കൊടുക്കുവാണെങ്കിൽ കുറച്ചും കൂടെ നല്ലതായിരിക്കും. ഇതും കൊള്ളാം. പിന്നെ ഇത് ഞാൻ കാണിക്കുന്നില്ല, ഇത് ഞാൻ ഓൾറെഡി എൻ്റെ വീഡിയോയിൽ ഞാൻ അപ്ലൈ ചെയ്യുന്ന കാണിച്ചിട്ടുണ്ട്. ഇത് ന്യൂഡ് ഡ്രീമാണ്. ഇത് എനിക്ക് നല്ല ഷെയ്ഡാണ്, നല്ല ഷെയ്ഡാണ്. ഇനി ഓക്കെ, അപ്പോൾ അത്രയേ ഉള്ളൂ. ഈ ഒരു ഷെയ്ഡും കൊള്ളാം കേട്ടോ. എനിക്ക് അപ്ലൈ ചെയ്യാം. എൻ്റെ ഒരു സ്കിൻ ടോൺ എന്ന് പറയുമ്പം ഒരു അത്ര ഫെയർ അല്ല. ഇപ്പം ഈ കാണുന്ന ഈ ഒരു ഇതാണ് എന്താ ഒരു ഇരുനിറം എന്ന് പറയും. ഇരുനിറമാണ്. അപ്ലൈ ചെയ്തിട്ട് വലിയ വൃത്തികേട് ആയിട്ട് എനിക്ക് ഫീൽ ചെയ്യണില്ല. പിന്നെ കുറച്ചും കൂടെ ഇത്രയും കട്ടിക്കിടാതെ കുറച്ചും കൂടെ ഒന്ന് ലൈറ്റാക്കി ലിപ്പ് ലൈനറൊക്കെ കൊടുത്തിടുവാണെങ്കിൽ അടിപൊളിയായിരിക്കും കളർ കേട്ടോ. അതായത് ഒരു മെറൂൺ കളർ ലിപ്പ് ലൈനറൊക്കെ കൊടുത്തു കഴിഞ്ഞാൽ നല്ലതായിരിക്കും. ഓക്കെ, അപ്പം എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ ട്രൈ ചെയ്യാം. വീഡിയോ ഇഷ്ടമായാലും ലൈക്ക് ചെയ്യണേ, സബ്സ്ക്രൈബ് ചെയ്യണം. ബൈ.